മറ്റു വാർത്ത, വയനാടിന് ഉടൻ കേന്ദ്ര ധനസഹായം അനുവദിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. 4 മാസം കഴിഞ്ഞിട്ടും അർഹമായ സഹായം നൽകാത്തത് മനുഷ്യത്വരഹിതവും അന്യായവുമാണെന്നും PB യോഗം വിലയിരുത്തി. ആരാധനാലയങ്ങളുടെ നിയമത്തെ മറികടന്നുള്ള കോടതി വിധികളിൽ സുപ്രീം കോടതി ഇടപെടണം. മുസ്ലിം പള്ളികൾ പുരാതന ക്ഷേത്രങ്ങളാണെന്ന വാദവുമായി നിരവധി ഹർജികൾ വന്നതിൽ PB യോഗം ആശങ്ക രേഖപ്പെടുത്തി. വിവരങ്ങളുമായി CBC ജോസഫ് ചേരുന്നു. സിബി, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, അതിൽ കേരളത്തെ സംബന്ധിച്ച് വയനാട് ദുരന്തമുണ്ടായിട്ട് 4 മാസം പിന്നിട്ടിട്ടും ഒരു സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് CPM-PB ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആരാധനാലയങ്ങൾ നിയമങ്ങളുമായി അതിനെ ലംഘിച്ചുകൊണ്ട് കീഴ്ക്കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധികളിലും എന്തൊക്കെയാണ് ഇന്ന് PB യോഗം തീരുമാനമെടുത്ത മറ്റു കാര്യങ്ങൾ? കഴിഞ്ഞ 2 ദിവസമായി PB യോഗത്തിലാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംഭവം വെച്ചുള്ള ഒരു പ്രസ്താവന കോൾ ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെടുന്ന വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന 4 മാസമായിട്ടും കേന്ദ്ര ധനസഹായം നൽകാൻ തയ്യാറാകാത്ത നിലപാടിനെ PB ശക്തമായി അപലപിച്ചു. ദുരന്തത്തെ ഗുരുതര പ്രകൃതി ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. ദുരിത ബാധിത കുടുംബങ്ങൾക്കുള്ള വായ്പകൾ എഴുതിത്തള്ളാൻ തയ്യാറാകണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കാത്തത് അന്യായവും മനുഷ്യത്വരഹിതവുമായ സമീപനമാണെന്നും കേന്ദ്ര സഹായം ഉടൻ നൽകാൻ തയ്യാറാകണമെന്നും CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, 1991 ആരാധനാലയ നിയമം ഉണ്ടായിട്ടും ഉത്തരേന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളിൽ PB ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. ആരാധനാലയ നിയമത്തെ മറികടന്നാണ് പല കീഴ്ക്കോടതികളിലും പല ഹർജികളിലും സർവേക്ക് ഉത്തരവിടുന്നത്. ഇത് മുതലായിക്കൊണ്ട് BJP സംഘപരിവാർ അവിടെ എല്ലാ നിലയും പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾ എല്ലാ നിലയും പുരാതന ക്ഷേത്രങ്ങളായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല ഹർജികൾ കൊടുക്കുകയും പിന്നീട് അത് വർഗീയ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടണം, കീഴ്ക്കോടതി വിധികൾ റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും CPM-PB ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രകോപനപരമായ പ്രചാരണത്തിലൂടെ വികാരം ആളിക്കത്തിക്കാൻ ഇന്ത്യയിൽ BJP-യും RSS-ഉം ഒക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെയും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെ സഹായിക്കുമെന്നും CPM-PB ചൂണ്ടിക്കാട്ടി. ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.